അന്തിമ പോരാട്ടം ദ ഗ്രേറ്റ് ഡസ്ക് ബീസ്റ്റ് അധ്യായം 1 ഇരുട്ടിന്റെ ആദ്യ ചലനം ഷാഡോ റിപ്ലേഴ്സ് ഇല്ലാതായ രാത്രിക്ക് ശേഷം മാജിക് ലോകത്തിലെ ആകാശം അപരിചിതമായ പർപ്പിൾ ബ്ലാക്ക് നിറം ഏറ്റെടുത്തു. പ്രൊഫസർ പാലറ്റ്, സേജുകൾ, മാജിക് കൗൺസിൽ എല്ലാവരും ഒബ്സർവേറ്ററിയിൽ സമാഹരിച്ചു. തത്ത മുന്നിലെത്തിയപ്പോൾ സേജുകൾ പോലും വിറച്ചു. ടിങ്കു, ആകാശത്തിലെ ഇരുട്ടിൽ ഒരു വലിയ രൂപം ചലിക്കുന്നു. ആകാശത്തെ വിചിത്രമായ വരകൾ പതിയെ ഒരു ഭീമൻ രൂപത്തിലേക്ക് ചേരുന്നു. മുഴുവൻ ലോകം നടുങ്ങിയേക്കാവുന്ന ശബ്ദത്തിൽ ഒരു ജീവി കരഞ്ഞു. ഗ്രോആർ! പ്രൊഫസർ പാലറ്റ് പറഞ്ഞു. ദ ഗ്രേറ്റ് ഡസ്ക് ബീസ്റ്റ് അതുണർന്നിരിക്കുന്നു. അധ്യായം 2 തയ്യാറെടുപ്പുകൾ. ടിങ്കു, മിയ, റോഹൻ, ടോബി, തത്ത കളർ പ്രൊട്ടക്ടേഴ്സ് ക്ലബ് യുദ്ധത്തിനായി അക്കാഡമിയുടെ മാജിക് ഹാളിൽ ചേർന്നു. ടിങ്കുവിന്റെ പുതിയ ശക്തി ലൂമിന ബ്രഷ് മോഡ്. അവന്റെ ഹൃദയത്തിന്റെ പ്രകാശം ബ്രഷിൽ നേരിട്ടൊഴുകും. മിയയുടെ വികാരനിറങ്ങൾ ഇപ്പോൾ അവൾക്ക് ഔറ സ്പെക്ട്രം മോഡ് ഉപയോഗിക്കാം. രോഹന്റെ തമാശകളിപ്പോൾ പവർഫുൾ കോമിക് കാനൻ ക്യാരക്ടേഴ്സ് സൃഷ്ടിക്കും. ടോബി ടെക് മാജിക് സ്യൂട്ട് ധരിച്ച് ഡ്രോണുകൾ, എനർജി ഷീൽഡ്, ലേസർ സ്കെച്ചസ്. തത്ത സ്പെഷ്യൽ പവർ സ്നാക്ക് ഫ്യൂറി മോഡ്, വിഷമിച്ചാൽ മാത്രം ഉപയോഗിക്കുന്ന രഹസ്യം. ടിങ്കു പറഞ്ഞു, നാം ഒരുമിച്ച് പോരാടണം, എന്നാൽ നമുക്ക് ജയിക്കാം. എല്ലാവരും തലകുനിച്ചു. ലെറ്റ്സ് ഡു ദിസ്. അധ്യായം 3 അമ്മാവാസി പോർട്ടൽ പൊട്ടിത്തെറിക്കുന്നു. ആകാശം രണ്ടായി പൊട്ടി. ഇരുണ്ട ടൊർണാഡോകൾ നിറങ്ങൾ വിഴുങ്ങുന്നു. ദി ഗ്രേറ്റ് ഡസ്ക് ബീസ്റ്റ് പൂർണ്ണമായി പ്രത്യക്ഷപ്പെട്ടു. മലയുടെ വലിപ്പം, കണ്ണുകൾ രോഗിയായ നീലയായി, ശരീരമൊക്കെ ഉണങ്ങിയ ബ്രഷ് സ്ട്രോക്കുകൾ പോലെ. ചുവടുവയ്ക്കുന്ന ഓരോ സ്ഥലവും മങ്ങുന്നു. കളർ ഈസ് നോയ്സ്, അത് ഗർജിച്ചു. അധ്യായം 4 ആദ്യ ആക്രമണം. ടിങ്കു മുന്നോട്ടോടി. ലുമിന സ്ട്രൈക്ക്, ബ്രഷിൽ നിന്ന് പ്രകാശപാത. അത് ഒരു ചിറകുനീക്കത്തിൽ തള്ളി. ബൂം! ടിങ്കു നിലത്തുവീണു. റോഹൻ കോമിക് കാനൻ ക്യാരക്ടേഴ്സ് അഴിച്ചു. ഗോ ബനാന നിഞ്ചാസ്! പക്ഷേ അവരെ ഡസ്ക് ബീസ്റ്റ് ഒറ്റ ശ്വാസത്തിൽ വലിച്ചെടുത്തു. മിയ സ്വർണ്ണനിറങ്ങളയച്ചു, പക്ഷേ അവ നിഷ്പ്രഭമായി മാറി. ടോബി ഡ്രോൺസ് ഉപയോഗിച്ചു. ടെക് മാജിക് ബേസ്റ്റ്, പക്ഷേ എനർജി ഇരുട്ടിൽ ലിറ്ററലി വിഴുങ്ങി. തത്ത പിന്നിൽ നിന്നു. ഇതെന്തോ എക്സ്ട്രാ ഡേഞ്ചറസ് ആണ്, സ്നാക്സ് എടുത്തോളോ. അധ്യായം 5 ഇരുട്ടിന്റെ ശക്തി. ബീസ്റ്റ് ഒരു ഭീമൻ ആക്രമണം അഴിച്ചു. ഡസ്ക് വേവ്, അതിൽ സ്പർശിച്ചവർക്ക് അവരുടെ ഓർമ്മയിലെ നിറങ്ങൾ മങ്ങുന്നു. മിയ പറഞ്ഞു, എനിക്കെന്റെ ആദ്യ ഡ്രോയിംഗ് പോലും ഓർക്കാനാകുന്നില്ല. രോഹൻ പറഞ്ഞു, എന്റെ ചൈൽഡ്ഹുഡ് ചിരി ഫെയ്ഡാകുന്നു. ടോബി, എന്റെ ക്രിയേറ്റിവിറ്റി ബ്ലാങ്ക്. തത്ത, എന്റെ സ്നാക്ക് മെമ്മറി മാത്രമുണ്ട്, ദാറ്റ്സ് ഗുഡ്. ടിങ്കുവിന്റെ മനസ്സിൽ ഭാരം. ഇങ്ങനെ വന്നാൽ നമുക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ശബ്ദം, റിമെമ്പർ, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് ജസ്റ്റ് മെമ്മറി, ഇറ്റ് ഈസ് ഹാർട്ട്. ഡാർക്ക് ഡിവൈഡർ. ഇപ്പോൾ നല്ലവനായ അവൻ അവിടെ എത്തി. അധ്യായം 6 പുതിയ പ്രതീക്ഷ. ഡാർക്ക് ഡിവൈഡർ പറഞ്ഞു, ടിങ്കു, നീ എന്നെ നിറം പഠിപ്പിച്ചു, ഇപ്പോൾ നിനക്കൊപ്പമാണ് ഞാൻ. അവൻ തന്റെ കരിങ്കോലിൽ നിന്ന് സിൽവർ റിഡംഷൻ എനർജി പടർത്തി. 4 പേരുടെയും മനസ്സിൽ നിറങ്ങൾ പതുക്കെ തിരിച്ചുവന്നു. മിയയ്ക്ക് ചിരി, രോഹന് തമാശ, ടോബിക്ക് ആശയങ്ങൾ, ടിങ്കുവിന് ധൈര്യത്തിന്റെ വരകൾ. അധ്യായം 7 ദ 5 കളർ ഫ്യൂഷൻ അറ്റാക്ക്. ടിങ്കു പറഞ്ഞു, ഒറ്റയ്ക്കല്ല, എല്ലാവരും ചേർന്ന്. ഇപ്പോൾ അവസാന പൊടിപൊടി. അവർ 5 വരകൾ ആകാശത്തേക്ക് വരച്ചു. റെഡ് ബ്രേവറി ടിങ്കു, യെല്ലോ ഹോപ്പ് മിയ, ബ്ലൂ ജോയ് രോഹൻ, ഗ്രീൻ മൈൻഡ് ടോബി, പർപ്പിൾ ഫോർഗിവ്നെസ് ഡാർക്ക് ഡിവൈഡർ. ഈ 5 വരകളും ഒരുമിച്ചു ചേർന്ന് ദ റെയിൻബോ ഹാർട്ട് സ്പിയറായി. ടിങ്കു മുഴുവൻ ശക്തിയോടെ വിളിച്ചു, ഫോർ ഓൾ കളർ ഇൻ ദ വേൾഡ് ഗോ! റെയിൻബോ സ്പിയർ അത്യന്തം വേഗത്തിൽ ഡസ്ക് ബീസ്റ്റിന്റെ നെഞ്ചിലേക്ക്. ബൂം! ഇരുട്ടുപൊട്ടി. ആകാശം തെളിഞ്ഞു. ബീസ്റ്റ് പതിയെ പൊടിയായി മാറി. അധ്യായം 8 2 ലോകങ്ങളുടെയും പുതിയ ഉദയം. മാജിക് ലോകവും ഭൂമിയും പുതിയ പ്രകാശത്തിൽ മുഴുകി. കുട്ടികൾക്ക് സൃഷ്ടിശേഷി തിരികെ കിട്ടി. കലാകാരന്മാർക്ക് ചിന്തകൾ തിരികെ കിട്ടി. ഭൂമിയും മാജിക് ലോകവും ഒന്നിച്ചാഘോഷിച്ചു. പ്രൊഫസർ പാലറ്റ് പ്രഖ്യാപിച്ചു, കളർ പ്രൊട്ടക്ടേഴ്സ് ക്ലബ്, നിങ്ങൾ ഇരുവിലോകത്തിന്റെയും രക്ഷിതാക്കൾ. തത്ത പറഞ്ഞു, അപ്പോൾ ഞാനെന്താ, സ്നാക്ക് പ്രൊട്ടക്ടേഴ്സ് ക്ലബ്ബോ? എല്ലാവരും ചിരിച്ചു. ഈ ഭാഗത്തിന്റെ വലിയ സന്ദേശങ്ങൾ. ഏറ്റവും വലിയ ഇരുട്ട് സൃഷ്ടിശേഷിയും കൂട്ടായ്മയും ചേർന്നാൽ തോൽക്കും. ഓരോ സുഹൃത്തും നമ്മിൽ ഒരു നിറമാണ്. ഒരുമിച്ചു മാത്രമേ പൂർണ്ണ ഇന്ദ്രധനുഷാകൂ.
ദയയും ക്ഷമയുമാണ് ഇരുട്ടിനെ മാറ്റുന്ന യഥാർത്ഥ മാജിക്. ഒന്നിച്ചു ചെയ്യുന്ന സ്വപ്നങ്ങൾ ലോകം തന്നെ രക്ഷിക്കും.